വാസന. ഒരു കോളും കൂടി പറയാം. എല്ലാരും ഇവിടെ അമ്മാരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വാ. എവിടേക്ക് ഞാൻ എവിടെയോ എന്തുണ്ട് എന്ത് വാർത്തയുണ്ട്? അങ്ങനല്ല അങ്ങനല്ല ഇടണ്ടത്. ലീഡർ ഓർ കോ ലീഡർ? അമ്പൂട് 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 MRC പണ്ട് നമ്മള് ടീച്ചറെ അണ്ണനായിട്ട് 5 പേര് 6 പേര് വെച്ച് നമ്മള് MRC ലീഡർ ഓർ കോ ലീഡർ? MRC leader or co-leader come to gang house outside. Outside the gang house. വന്നു കം ഔട്ടർ എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഷൗട്ടിങ് ഇറങ്ങി വാടാ. കോച്ച് വിളിച്ചത് ഇറങ്ങി വാടാന്നുള്ള രീതിയിലാ. ഒരാളും കൂടെ ഇടണം. ഒരാളും കൂടി എടാ മന്ദാരോ ഇറ്റാച്ചി മന്ദാരോ ഇടണ. ഈ മൊണ്ണേരെ നമ്പർ ഉണ്ടോ? ഞാൻ വിളിക്കാം. റാംബോടെ നമ്പർ ഉണ്ട്, വിളിക്കണോണ്ണാ? അല്ല എടാ റാംബോനെ വിളിച്ച് സ്പീക്കർ ഇട്ട് തരട്ടെ, അണ്ണ സംസാരിക്കോ? വാസണ വാസണ എടാ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ വിളിക്കാം. ആരും ഇതാക്കല്ലേ, മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ, സംഭവം അറിയോ? മിണ്ടല്ലേ മിണ്ടല്ലേ വിളിക്കാൻ പോ. ഇല്ല അവര് വരുവാ, ടൈം എടുക്കും എത്താൻ. അവിടെ കാസർഗോഡ്. ഹലോ ഇല്ല പുള്ളി എടുക്കുന്നില്ല. അവിടുന്ന് പുറപ്പെട്ടതാണ് അറിഞ്ഞത്. ഒരു ട്രെയിന് അതായത് പച്ചയിലല്ലേ എന്തായാലും ചരിത്രം ആവർത്തിക്കാനുള്ള വീട്ടിലേക്ക് ബുള്ളോപ്പി, സാംസുലേക്ക്, ഷെയ്ക്ക്, മാക്ക്, റാംബോ എല്ലാം ഇറങ്ങിയല്ലോ. ഇപ്പൊ എന്ത് 30 പേരുണ്ടായിരുന്നല്ലോ ചുറ്റിക്കകത്ത്. ഇവന്മാരിങ്ങനെ ഇനിഷ്യൽ അടിക്കും. 2 ഷെയ്ക്കിന്റെ നമ്പർ ഉണ്ടോ? ഷെയ്ക്കിന്റെ നമ്പർ ഉണ്ടോ? ഒന്നുകൂടെ പ്ലാൻ ചെയ്യാനാണ്. എല്ലാരും തിരിച്ചു തരും കേട്ടോ. ഒന്നുകൂടെ പ്ലാൻ ചെയ്യാനാണ്. പപ്പുന്റെ പ്ലാനാണ് അത്. എന്താണ് ശബ്ദം? നീ അതൊന്ന് കുറയ്ക്കാ ചെയ്യുക. എന്തിനാടാ അതിന്റെ ശബ്ദം ഒന്നാമത് ഹൈ ആണ്. അതിന്റെ ഇടയിൽ കൂടെ ഈ കുന്ത്രാണ്ടം കൂടി ഇടണ. അല്ല റാംബോ ഉണ്ട് അവൻ സംസാരിക്കട്ടെ. അണ്ണാ ഹെൽപ്പ് ചെയ്ത് വിളിക്കാം. ഇതിങ്ങനെയാണെങ്കിൽ ഇപ്പൊ എടുക്കാൻ പറ്റില്ല സിറ്റുവേഷൻ. എടാ അഡ്മിനെ വിളിയടാ. എന്താടാ ഇത്? ഇവർക്ക് സംസാരിക്കാൻ പോലും നിക്കണ്ടേ? അമ്മറ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പോലും നട്ടലില്ല വന്ന് സംസാരിക്കാൻ. ഇന്ന് പോയാലും നാളെ വരുമല്ലോ. ഹലോ അഡ്മിൻ, നമ്മള് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കോൺവെർസേഷൻ വിളിച്ചപ്പോ ഹെൽത്തി ആയിരുന്നു. അഡ്മിൻ ഹലോ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്ന് റേഡിയോയിലാണെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാനോ ഇങ്ങോട്ട് വരാനോ ഫോൺ വിളിച്ചിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക ബ്രോ. നമ്മള് റാംബോ ഉണ്ട് റാംബോനെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് റാംബോ സിറ്റിയിലുണ്ട്. അവരോട് മസ്റ്റ് ആയിട്ട് റേഡിയോ കയറി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പറ്റത്തോളം പറയാം കേട്ടോ. അവർക്ക് അങ്ങനെ സിറ്റിയിൽ ഇറങ്ങാൻ പറ്റില്ല. അല്ല റാംബോ സിറ്റിയിലുണ്ട്. റാംബോ ഇപ്പോഴും സിറ്റിയിലുണ്ട്. കറന്റ് ഇപ്പോഴും സിറ്റിയിലുണ്ട്. ഞാൻ വിളിച്ചായിരുന്നു. ഇപ്പോഴും വിളിച്ചപ്പോഴും സിറ്റിയിലുണ്ട്. അഡ്മിൻ ഇരിക്കല്ലേ. എടാ ഇതൊന്ന് കൊറേടാ. സ്പീഡ് കൊറേണ. മണ്ടത്തരം കാണിക്കല്ലടാ. ഈ അഡ്മിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് പട്ടിച്ച് കൂട്ടി കിടന്ന്
എടാ അങ്ങനെ പറയില്ലെന്ന് കഴിഞ്ഞോട്ടേ പറഞ്ഞതാണ് നമ്മുടെ അടുത്ത്. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അത് പറയില്ലെന്ന്. അഡ്മിന്റെ മുമ്പിൽ അങ്ങനെ പറയരുത്, മെമ്പേഴ്സ് ഇനി കണ്ട ബാൻ കൊടുക്കും എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞാണ് ഇതിന്. നിൽക്കുമ്പോ അത് പറയാൻ പാടില്ലടാ. അതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റേഡിയോ ഇത് നിങ്ങൾ ഇട്ടില്ലായിരുന്നു റേഡിയോ ഏതാന്ന്? നമ്മള് റേഡിയോ അല്ല, നമ്മള് ഗ്യാങ്സിന്റെ വെളി വരാൻ ഇവിടെ വന്ന് സംസാരിക്കാന്ന് ഞങ്ങൾ പറഞ്ഞു. കുറെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അവരെ 8 മെമ്പർ ഉള്ളപ്പോ നമ്മള് പറഞ്ഞതാ. ചാറ്റ് റെസ്പോണ്ട് ചെയ്തോളൂ. എടാ അവരോട് ചാറ്റ് ഇട്ടുണ്ട്, അത് റെസ്പോണ്ട് ചെയ്യാൻ പറയാം. കണ്ണ് കണ്ടൂടെ? കണ്ണല്ല അണ്ണ, ഒന്നും ആലോചിക്ക്. ബുദ്ധിയില്ല അണ്ണ. ഇപ്പൊ എന്റെ കാര്യത്തിൽ ആലോചിക്ക്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ബുദ്ധിയില്ല. 52 ഓപ്ഷൻ എടുക്കണ്ടോ? ആദ്യമേ കത്തിച്ച് രാജുഭായി മണ്ടന പറയാ. ഞാനൊന്നും മറന്നിട്ടില്ല. മറന്നിട്ടില്ലെന്ന് അപ്പൊ തന്നെ ഓ ഞാൻ ഒന്നും മറന്നിട്ടുള്ള 52 എന്ന് പറയാം. അപ്പൊ ദൈവം പറഞ്ഞു അതിന്റെ തിരിച്ചടിയാണ് അത്. ഞാൻ തിരിച്ചടി ഞാൻ ആവശ്യത്തിന് കൊടുത്തിട്ടാ ആണല്ലേ. പിന്നെ ആവശ്യത്തിന് അതേ കൊടുത്തു. രാജീവ് മൈനസോറ ആയെന്ന് പറഞ്ഞ് ഉറക്കം ഇല്ല വൈകി. അല്ല ടർഫിനൊക്കെ ഓക്കെ ബ്രോ, നമ്മള് വെയിറ്റ് ചെയ്യാം. അല്ലടാ ഒരു ടർഫൊക്കെ കിട്ടിപ്പോയനെ. അല്ലണ്ണ ഞാൻ കാര്യം പറയട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാളെ ഇത്ര പേരെങ്കിലും തായവിളിക്കുള്ളതെല്ലാം കൊടുക്കും. തക്കാളിക്കുള്ളതൊക്കെ കൊടുക്കും. പപ്പടത്തിനൊക്കെ ഉടക്കി വരും. നാളെ മാറുന്നതാവട്ടെ. എന്താ ഇങ്ങനെ നിങ്ങൾ ഞാൻ ഒരു 5.5 സെന്റ് മാറിയിരുന്നു. ഒരു 5.5 സെന്റ് ഞാൻ മാറിയിരുന്നില്ല. അതായത് ഞാനോട് കൊടുക്കാനും അവന് ഉടുത്തേനെ ഞാൻ എടുത്തിട്ട് 2-1 റാംബോ മാത്രം. റാംബോനെ എല്ലാരും ഒറ്റയ്ക്കാക്കിട്ട് പോയി. പാവമാണ് കേട്ടോ. ഈ പൊവേറിയെ നമ്മൾ എന്ത് ചെയ്യും? റാംബോ ഒരു ജമ്മാണ്. ഹലോ ഗ്യാങ്സിന്റെ പുറത്തോട്ട് വരാമ്പോ നമ്മളിപ്പോ കൊറേ നേരമായിട്ട് വാർച്ചാറ്റില് കാര്യങ്ങൾ ഇടുന്നുണ്ട്. നിങ്ങള് ലീഡർ അല്ലേ? പുറത്തോട്ട് വാ, സംസാരിക്കാല്ലേ? നിങ്ങക്ക് പ്രീവാറൊന്നും അടിക്കണ്ടേ? വാ പുറത്തോട്ട് വാ. ഹലോ കേക്കുന്നില്ല റാമോ? വരുന്നില്ലേ? പെട്ടെന്ന് വാടാ കുട്ടാ. വാ ശരി ശരി. പുള്ളിയുടെ തത്സമയം ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് ചീത്ത വിളിക്കാൻ പാടുള്ളൂ. എല്ലാരും കേട്ടല്ലേ വിളിക്കേ? നമ്മള് ഫുൾ ഫാമിലി ഓഡിയൻസ് തന്നെ. ഞാനും ഫാമിലിയാണ്. അണ്ണാ റാംബോ വിളിച്ചായിരുന്നു കണ്ണനെ. അണ്ണാ റാംബോ വിളിച്ചായിരുന്നു കേട്ടോ. റാംബോ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഒരാൾ മാത്രമേ ഉള്ളൂ, റാംബോ മാത്രമേ ഉള്ളൂ. ഇല്ല ഒരാളായിട്ട് കേറുന്നുണ്ട്. ഇപ്പൊ ഒന്നായിരുന്നില്ല, ഇപ്പൊ 2 ആളായി. എല്ലാരും കേറും. 1-2 എല്ലാരും കൂടെ അലക്കല്ലേ. ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട് വരുന്ന കാര്യം പറഞ്ഞ അലക്കല്ലേ. ആരും കിടന്ന് അലക്കല്ലേ. ബാക്കിൽ മറ്റേ ടീം പ്രത്യേകിച്ച് കേട്ടാ. അണ്ണ സംസാരിച്ചത് എന്റെ ഷേക്ക് പോരാടാ. ഇതിന് 2 പറഞ്ഞു കുഴപ്പമില്ല. ഇനി ബാക്കിലോട്ട് ഇരിക്കണോ? ഗ്യാങ്സ് കാലുത്തി എന്ന് പറഞ്ഞ ഒരു സീനാവും. ടിക്കറ്റ് കളിക്കേ. ഒരു 5 പൊറോട്ട ടിക്കറ്റ് വലിക്കോ? എടാ നീലേ നീലോടെ കട്ടല പൊട്ടിക്കാൻ എത്ര വട്ടം വരെ അല്ലല്ല എന്നെ കിട്ടി, എന്നെ കണ്ടില്ല. എന്തോ ഞാൻ ഡ്രസ് വേറായിരുന്നില്ല. ഇല്ലെങ്കിൽ ആദ്യം എന്നെ അല്ലേ കൊണ്ടുപോട്ടെ. അല്ലല്ല എന്നെ പറഞ്ഞെടുപ്പിച്ചാണ് പപ്പടത്തിന്റെ ആത്മാർത്ഥയാണ്. എടുക്കണ
തെറി അമ്പത്തൂനെ എന്താ വിളിച്ചേ? നിന്നെന്താ വിളിച്ചേ? അണ്ണ ഇതൊക്കെ വിളിച്ചോട്ടാ ഈ തെറി വിളിച്ചാല് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് തന്നെയാണ് വിളിച്ചത്, അതാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ തലച്ചോറില്ലാത്ത തുടക്കത്തിൽ ഒരു ഏകപുത്രൻ ആകെ അറിഞ്ഞത് ഞാനും ഏബലുവാ. ആ ഏബല് ഞാനും മൂവിയാണ് ആകെ അറിഞ്ഞത്. എന്തൊക്കെ ഫ്രസ്ട്രേഷൻ ഇടാവന്മാരെ എന്നെ വിളിച്ചത് വലിയ തെറിയാണ്. തെറിയൊക്കെ വിളിച്ചിട്ട് അപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ എന്നിട്ട് ഒരു അക്ഷരം പോലും വിളിച്ചില്ല. പോയി ഞാൻ വിളിച്ച് ഹോസ്റ്റാക്കി ഞാൻ ചീത്ത വിളിച്ചിട്ട് എന്റെ പ്ലാൻ എന്താ പറഞ്ഞാ ഈ ഷേക്കിനെ കൊണ്ട് സോറി അറിയിപ്പിക്കായിരുന്നു എന്നെ ഇടിച്ചിട്ടേന്. അപ്പഴത്തേക്ക് തല്ലായില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഫസ്റ്റ് അറിയിക്കലായിരുന്നു. ബാക്കി എല്ലാരും ഉറങ്ങാനില്ല. പഴുതരായില്ല, എത്ര സമയത്തില്ല അവർക്ക് ഉറങ്ങട്ടെ. 11:02. തലച്ചോറ് ഉരി വെച്ച് കിടന്ന് ഉറങ്ങൂടെ, അതിനെ എടുത്തു വെച്ചാലേ അപ്പൊ 30 days പോയിരുന്നു. എന്ത് 30 days എന്താ പോവാൻ? നാളെ അടിക്കാൻ പറഞ്ഞ് ഇത് 2 കിലോമീറ്റർ ഉള്ള കാരണേ സമയം എടുക്കും വരെ. ഓടിയാണോ വരുന്നത്, ബുദ്ധിയില്ലാത്തോണ്ടേ അതും പറയില്ല. അത് ചെയ്യും. അപ്പൊ ഒരു 3 മണി അങ്ങനെ കൊണ്ടുവന്നു അവിടെ ഓടി വരും. അമ്പത്തൂരിനെ എവിടെ കൊണ്ട് നിർത്തിയ? ഓ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് രാജി പറഞ്ഞു. ഞാൻ ഒന്നും മറന്നിട്ടില്ല. നീ പറഞ്ഞു ഓക്കെ മതിയേ. ഹലോ ബ്രോ, നമ്മുടെ ഒരു കൂട്ടത്തിൽ ഒരാളെ ഹോസ്റ്റേജ് എടുത്തെന്ന് അറിഞ്ഞായിരുന്നു. അത് എന്തിനാണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഹോസ്റ്റേജ് നിങ്ങൾ നമ്മളെ ഫയർ ചെയ്ത് നമ്മള് ഇനീഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെ നിങ്ങളെ ചുമ്മാ ഒന്ന് ഫയർ ചെയ്തോ? നിങ്ങളാണ് നമ്മളെ പപ്പടത്തിനും പിന്നെ അല്ല, അതിനു മുമ്പത്തെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ കൂടെ ഉള്ളവര് ബ്രോയ്ക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോ ബ്രോ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കണ്ണാപ്പിയെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയിട്ട് ഒന്നും പറയാതെ വണ്ടി എടുത്ത് പോയല്ലോ. ബ്രോ അവനെ ഇടിച്ച് കൊന്നിട്ട് ഒന്ന് ആളൊന്ന് റസ് പോലും ആവാതെ അതിനു മുമ്പ് മറ്റേ ആർക്കോ വേണ്ടിട്ട് ഒരു സോറി പറഞ്ഞിട്ടൊക്കെ പോവാണോ? സോറി പറഞ്ഞിട്ടില്ല. ഹലോ ബ്രോ ഞാനിവിടെ ഉണ്ടായിരുന്നു ബ്രോ. അവിടെ എന്നോടാണ് ബ്രോ സംസാരിച്ചേ. അത് എഴുന്നേറ്റ് പോകാനാണ് അവനോട് പറഞ്ഞത്. ഞാനാണ് സംസാരിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ മോബിയുടെ അടുത്ത് മറ്റേ മോബിയുടെ തന്തയ്ക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതെന്തായിരുന്നു ഒന്ന് കേൾക്കണമായിരുന്നു, അറിയാമായിരുന്നു. അതായിരുന്നു സിറ്റുവേഷന്റെ അവിടെ ഒരു ഞാനും കണ്ണാപ്പി അവിടെ വന്ന് ഈ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി, കണ്ണാപ്പിനെ ഇടിച്ചു വന്നതിന്റെ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി ഞാനും കണ്ണാപ്പി അവിടെ പോയി. ചെന്നപ്പോ തന്നെ ഇവരെല്ലാരും മാറിപ്പോയി ചോദിക്കാൻ വന്നപ്പോ. അപ്പം ഈ ഇവരുടെ കൂട്ടത്തിൽ 2 പേര് വന്നിട്ട് എന്റെ ബൈക്കിൽ കയറിയിരുന്നത്. ആ ബൈക്ക് ഞാൻ ഇടിച്ചിട്ട്, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ബൈക്ക് ഇടിച്ചു. എന്റെ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഇടിച്ചിട്ട് ഞാൻ ബൈക്ക് കയറുമ്പോ തന്നെ അവൻ വിളിക്കുന്നത് എന്താടാ തന്തയിലേമൊക്കെ നീയൊക്കെ സിറ്റിയിൽ അലങ്കാരമായിട്ട് നടക്കുവാണോ എന്ന് പറഞ്ഞാൽ ചോദ്യം തിരിച്ചിങ്ങോട്ട്. അതാരാ നമ്മളെ കൂട്ടുള്ള പിന്നെ ഫയർ ചെയ്തത് നമ്മളല്ല. ആ സാംസുലേക്കാണ് എന്നെ ഫയർ ചെയ്തത് ഫസ്റ്റ്. അവൻ എന്നെ ഫയർ ചെയ്തത് അവന് ഓർമ്മയുള്ളൂ. അവനെ അടിച്ച് ഞാൻ അവന് കൊടുക്കാനുള്ള ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടു. നമ്മളത് അറിഞ്ഞിട്ടില്ല. ഗ്യാങ്ങിന് വേണ്ടിട്ട് സംസാരിക്കാൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് അല്ലടാ മാക്കെ, ഞാൻ പറയട്ടെ, വെരിഫൈ ചെയ്യാനുള്ള ടൈം ഫ്രെയിം ഒന്നും ആയിട്ടില്ല. നമുക്കിത് മുഴുവൻ കണ്ടിട്ട് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിത് മുഴുവൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു മാക്കെ, ടൈം ഫ്രെയിമും മറ്റേ കാണാനും ഒന്നും പോകണ്ട മാക്കെ. സ്വന്തം സിറ്റുവേഷനിലുള്ള മെമ്പറിനോട് എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചാൽ മതി. അതിന് ടൈം ഫ്രെയിം ഒന്നും കാണണ്ട. ആര് പി ഒ ആണോ? ഞങ്ങള് പി ഒ അതാ ഞാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം, ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കണം എന്താണെന്ന്. എന്ന് പറഞ്ഞ ഞാൻ ചോദിക്കണം ബ്രോ, എന്താ പറ്റിയെന്ന് ചോദിക്കണം. ഇവരുടെ അടുത്ത് വന്ന് തന്തയില്ലായ്മ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ കേറി തന്തേനാണോ വിളിക്കുന്നേ? എന്നാ പിന്നെ നാളെ തൊട്ട് സിറ്റിയിൽ വണ്ടി അടിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ തന്തയ്ക്ക് ഇതിപ്പോ നിങ്ങളാണല്ലോ നാളെ തൊട്ട് ഷേക്കിന് ബ്രോ
ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയണത് പോലെ ഡ്രോപ്പ് ചെയ്യൽ പരിപാടി ഒന്നും ഞങ്ങളുടെ അതിലേ വരുന്ന ഒരു കാര്യം. തല്ലാനുള്ള പ്ലാനാണ് ഞങ്ങളോട് വന്നത്. മനസ്സിലായി? സമയം മാത്രം പറഞ്ഞാൽ മതി. സമയം എപ്പോഴാന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ല ബാക്കി അങ്ങനെ പ്രോപ്പർ ഒരു കാര്യം ചോദിക്കട്ടെ. നീ റിപ്പയറിന്റെ അവിടെ ചത്തിറക്കണ്ടല്ലോ, എന്നിട്ട് വീണ്ടും കണ്ടായിരുന്നല്ലോ. പിന്നെ അടിച്ചതൊന്നും കാണേണ്ട ആവശ്യമില്ല. മാക്കേ റീ എൻട്രി ചെയ്യാൻ പാടില്ല. നമ്മളാരും വന്നില്ല രണ്ടാമത്. മനസ്സിലായോ? ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് മറ്റേ FRP ഒന്നും വലിക്കണ്ട. ഞങ്ങൾക്ക് FRP വലിക്കണം. ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളത് വലിക്കുന്നില്ല. വാസ്തു ബ്രോ, നമ്മള് നിങ്ങളെ ഒരു ഹോസ്റ്റേജ് അവിടെ കൊണ്ടുവന്ന് ആ ഹോസ്റ്റേജിനെ ഹോൾഡ് ഇട്ട സമയത്ത് നമ്മൾ ഇവിടെ നമ്മുടെ KV അവിടെ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പോണേ. അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളോട് മറുപടി പറ. ഞാൻ ചോദിക്കുന്ന മറുപടി വർഷയ്ക്ക് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് KV ആയിട്ട് നിങ്ങളുടെ പ്ലേസ് ഒരുത്തം കുണക്കാൻ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങളൊരു ഹോസ്റ്റേജ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വാർത്തയാക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞോട് ശേഖരത്ത് മന്ത്രത്തിനും പറയാതെ പറയുന്ന കാര്യം കേക്ക്. പറയുന്ന കാര്യം കേക്ക്. ഹോസ്റ്റേജിനെ റിലീസ് ചെയ്തു എന്ന് വന്ന് പറഞ്ഞതിന് ശേഷം സംസാരിക്കാൻ പറയുന്നത് ഷേഖേ മോനെ പറഞ്ഞേക്കടാ. നീ കണ്ടോ? നീ കണ്ടോ? നീ നാളെ നാളെ 10 മണിയാകുമ്പോ ഞങ്ങൾ പ്രിവാറും ഞങ്ങൾ 10 മണിയാകുമ്പോഴത്തേക്കും പ്രിവാറിന് റെഡിയാണ്. നാളെ സിറ്റുവേഷൻ അങ്ങനെ ഇതാക്കണം. ഞങ്ങൾക്ക് 10 മണിക്ക് ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ 10 മണിക്ക് സിറ്റുവേഷൻ നാളെ ചേക്ക് നിക്കറില്ലാതെ ഓടും. മനസ്സിലായോ? നാളെ ചേക്ക് നിക്കറില്ലാതെ കാണിച്ചു തരാം. മനസ്സിലായോ? അല്ല ഇതില് ഷേക്കാണെങ്കില് അതോ റാംബോ നീയാണോ ലീഡർ? നീ നാളെ നീ അത് ലൈനപ്പ് ഉണ്ടോ നോക്കടാ റാംബോ. നീ നാളെ ലൈനപ്പ് ഉണ്ടോ നോക്കട്ടോ. നാളെ നീ വെടിയൊക്കെ ഇറങ്ങും നോക്ക്. എന്നിട്ട് നീ തൊലിക്കാമാ. നാളെ വാ നീയൊക്കെ നാളെ വാ. നീ നാളെ വാ. അല്ല അവൻ ലൈനപ്പില്ലടാ. അവൻ ലൈനപ്പില്ല. വെടിവെക്ക അറിയത്തില്ലല്ലോ. വെടിവെക്ക അറിയാന്നല്ലേ ലൈനപ്പ് എടുക്കത്തുള്ളൂ. അടിച്ചിട്ടിട്ട് കുളയ്ക്കാം. എല്ലാവരും കയറി വണ്ടിയിൽ നമ്മടുത്ത് കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ സിറ്റുവേഷൻ വന്നത്. ഞങ്ങൾ റീ എൻട്രി ചെയ്തിട്ടില്ല. മാക്കിന്റെ വെറും തെറ്റാറിനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ നമ്മുടെ റേഡിയോയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. എല്ലാത്തിനും PO വേണ്ടി മനസ്സിലായി. പക്ഷെ നമ്മുടെ സംസാരിക്കാൻ നിൽക്കുന്നേ അഡ്മിൻസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഹോൾഡ് ആണ്. നമ്മൾ ഒരു കാര്യം തിരിച്ച് വന്ന് പറയുന്നത് വരെ അത് hold ആണ്. ഞാൻ ഒരു കാര്യം ഓസ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അടിച്ചുകൂടാന്ന് ഇവിടെ ഒരു ഇതുള്ളൂ. ഓസ്റ്റേജ് നമ്മൾ റേഡിയോയിൽ റിലീസ് ആയി നമ്മൾ റേഡിയോയിൽ പറയുകയും പൂർണിമോനുണ്ടല്ലോ അവന് വലിയ കിഴപ്പാണ്. പൂർണിമോനെ വിളിച്ചാൽ പറയാം തിരിച്ചാൻ കത്തിച്ചാരും പറഞ്ഞല്ലോ എടുത്ത ഹോസ്റ്റേജിന് കത്തിച്ചാരും അത് ഡൗട്ട് ഉണ്ട്. POV കാണുന്നത് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയത്. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. വേറെ പറയണ്ടേ മാക്ക ടിക്കറ്റ് വലിച്ചു വാറൊക്കെ കളിക്കാനാണെങ്കിൽ കുറച്ച് ദിവസം അധികം ദിവസം ഇരിക്കേണ്ട വരും. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്തു മാക്കെ. ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞാണ് കത്തിച്ച ആളെ ഹോസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യണമെന്ന് POV വെരിഫൈ ചെയ്തിട്ട് മിന്നൽ മാക്കെ റാംബോയുടെ അടുത്ത് പറയാൻ കാര്യം പറഞ്ഞിട്ട് വിട്ടു. റാംബോ നിങ്ങളുടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പം പിന്നെ അറിയില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് മിന്നലെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാണ് ബ്രോ. ബാക്കി ആരും സംസാരിക്കരുത്. മിന്നലെ ഒരു ഗ്യാങ്ങിലെ A to Z മെമ്പേഴ്സിന്റെ അടുത്ത് പോയി എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് പറയും അവര് റേഡിയോ കോൾ കയറണം. അതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എന്റെ ഉത്തരവാദിത്തം അല്ല ഒരു ഗ്യാങ്ങിലുള്ള 35 അടുത്ത് വേറെ പോയിട്ടും തീരുമാനം പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ലീഡർ ലീഡർ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ മിസ്റ്റേക്ക് അല്ലേ റാംബോ അങ്ങനെ പറയരുത്. ഒരു മിനിറ്റ് ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് റാംബോ ബ്രോ ഇപ്പം പറയണമായിരുന്നു അങ്ങനല്ല. അഡ്മിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പറയണമായിരുന്നു. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മിന്നൽ ബ്രോ അത് അഡ്മിന്റെ മണ്ടയ്ക്ക് വെക്കരുത്. അത് അഡ്മിന്റെ കുറ്റമല്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്ലേസിന്റെ അടുത്ത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് മിന്നലിന്റെ POV വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ലീഡറിന്റെ അടുത്താണ് പറഞ്ഞത്. ഓക്കെ ഇവിടെ നിന്ന് ഈ ഇമോട്ട് കാണേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ആട് ബ്രോ. ഇത് ഞാനുള്ള കാര്യം പറയാം. നമ്മൾ സംസാരിക്കാൻ വന്ന ആട് ബ്രോ ഇവിടെ വണ്ടി എടുത്ത് പോവാടാ. നീയൊക്കെ വണ്ടി എടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് പിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ഇമോട്ട് ഇടുന്നതൊക്കെ ഞാൻ എന്ത് പറയാനാ നിങ്ങൾ എല്ലാവരും പ്രൊവോക്ക് ചെയ്യരുത്. ഓക്കെ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുള്ളൂ. പ്രീവാർ ടൈം കൺഫേം ചെയ്തില്ല 10 മണി നാളെ. നാളെ വാ എല്ലാം നാളെ പറഞ്ഞേ ഇവന്മാര് ഈ അടിച്ച മാറൊക്കെ ഇവന്മാര് നാളെ പ്രീവാർ അടിക്കുന്നു നിനക്കൊക്കെ തോന്നണ്ടേ? ഇവന്മാര് നാളെ ഇത് ടിക്കറ്റ് എന്തെങ്കിലും വലിക്കുന്നു ഉറപ്പല്ലേ? തട്ടിട്ടെ അപ്പാപ്പന അണ്ടി വരും വിട്ടോ ഞാൻ വന്ന ഓപ്പോസിറ്റുള്ള വണ്ടി ഉണ്ട്. നാളെ 10 മണിക്ക് അപ്പൊ കയറിയാലും അപ്പാപ്പന്റെ പുറകിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല.